ഷിരൂരിൽ അർജുന്റെ വാഹനം കണ്ടെത്തുന്നതിനായുള്ള ദൗത്യം പുനരാരംഭിക്കുന്നു. ഗോവയിൽ നിന്ന് കാർവാറിലെത്തിച്ച ഡ്രഡ്ജർ വെസൽ രാത്രിയോടെ ഷിരൂരിലെത്തും. ഗംഗോത്രി പാലത്തിനടിയിലൂടെ ഡ്രഡ്ജർ കടത്തിവിട്ടു. കാലാവസ്ഥ അനുകൂലമായാൽ നാളെ രാവിലെ നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എ കെ അഭിലാഷ് ഷിരൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. എ കെ അഭിലാഷ്, ഗംഗോത്രി പാലം ഒപ്പം റെയിൽവേയുടെ പാലം, ഈ രണ്ട് പാലങ്ങൾ കടക്കുന്നതായിരുന്നു വെല്ലുവിളി. ഇപ്പോൾ ഡ്രഡ്ജർ എവിടെയെത്തി? തെരച്ചിൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെ? പാലം കടത്തിവിടാനുള്ള ആ വെല്ലുവിളി മറികടന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് രാവിലെ എത്തിയ ഡ്രഡ്ജർ ഏതാണ്ട് വൈകുന്നേരം 4 മണിയോടുകൂടി വേലിയിറക്ക സമയത്ത് ഗംഗോത്രി പാലത്തിൻ്റെ അടിയിലൂടെ കടത്തിവിട്ടു. ഇനി കൊങ്കൺ റെയിൽവേ പാലം കൂടി കടത്തിവിടേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ പുഴയിൽ തന്നെ ഈ വേലി ഏറ്റമുണ്ടെങ്കിൽ മാത്രമേ ഈ പുഴയിലൂടെ വീണ്ടും മുകളിലേക്ക് വരാൻ കഴിയൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗംഗോത്രി പുഴയുടെ മധ്യഭാഗത്താണ്. അതായത് ദുരന്തമുണ്ടായി എന്ന് പറയുന്ന ആ പുഴയുടെ മധ്യഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ ഭാഗത്ത് മൺകൂല രൂപപ്പെട്ടിരിക്കുന്ന ഭാഗത്താണ് ആ മണ്ണിടിച്ചിലുണ്ടായി വലിയ തരത്തിൽ വെള്ളം വശങ്ങളിലേക്കൊക്കെ കയറി വരികയൊക്കെ ചെയ്തത്, വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്തത്. അതിൻ്റെ കീഴ്ഭാഗത്ത് ഏതാണ്ട് ഒരു 300 മീറ്ററോളം താഴ്ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഏതാണ്ട് 100-150 മീറ്ററോളം വീതിയിൽ ഇവിടെ മണ്ണ് കിടക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇടിഞ്ഞു വന്നിരിക്കുന്ന മണ്ണ് ഈ മേഖലയിൽ ആകെ പടർന്നിരിക്കുന്നു. ഇവിടെ ഏതാണ്ട് 4-5 ആളുകൾക്ക്, അതായത് 10 മീറ്ററോളം ആഴമുണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അത്രയും ഉയരത്തിൽ ഇപ്പോൾ മണ്ണ് വീണ് കിടക്കുന്നു. ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് മണ്ണ് വീണ് കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഡ്രഡ്ജിങ് എത്രത്തോളം സാധ്യമാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും 10 ദിവസത്തെ ഡ്രഡ്ജിങ് വരാൻ പോകുന്നു. ഏതായാലും ഇവിടെയുള്ള ಆಳುಗಳೋಡು തന്നെ ചോദിക്കാം, എന്താണ് പറയണം? ಇವಾಗ ಈ ಗುಡ್ಡ ಕುಸಿತದ ಪೂರ್ವದಲ್ಲಿ ಇಲ್ಲಿ ಸಾಮಾನ್ಯ ಒಂದು 6 ಫೀಟ್ ನೀರಿತ್ತು. ನೀರು 6 ಫೀಟ್ ನಮಗಿಂತ ಎತ್ತರದಲ್ಲಿ ನೀರು ಬರ್ತಾಯಿತ್ತು. ಇವಾಗ ಏನಾಗಿದೆ ಕೇಳಿದ್ರೆ ಇಲ್ಲಿ ನೀರೇ ಇಲ್ಲ. ಈಗ ಅದು ನೋಡ್ರಿ, ಆ ಪ್ಲೇಸ್ ಇದೆ, ಅಲ್ಲಿ ಸುಮಾರು 16 ಫೀಟ್ 15-16 ಫೀಟ್ ಆಗ್ತಾಯಿತ್ತು. ಈಗ ಅಲ್ಲಿ ನೀರು ನೆಲ ಕಾಣ್ತಾ ಇದೆ ನೋಡಿ, ಅಲ್ಲಿ ಇವಾಗ ಅಲ್ಲಿ ನೀರೇ ಇಲ್ಲ. ಇದೆಲ್ಲ ಯಾವುದರಿಂದ ಕೇಳಿದ್ರೆ ಆ ಗುಡ್ಡ ಕುಸಿತ ಆಯ್ತಲ್ರಿ, ಶಿರೂರು ಗುಡ್ಡ ಕುಸಿತ, ಅದರ ಮಣ್ಣು ಸಂಪೂರ್ಣವಾಗಿ ಇಲ್ಲಿ ಬಂದು ಬಿದ್ದು ಇವಾಗ ಇಲ್ಲಿ നീരില്ലದಂತಾಗಿದೆ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ 6 അടിയോളം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 3-4 പേർക്കുള്ള വെള്ളമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഭാഗത്താണ് പൂർണ്ണമായും മണ്ണടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുട്ടികൾ കളിസ്ഥലമായി ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഉള്ളത്. ഈ മേഖലയിൽ ആകെ ഇനി ഡ്രഡ്ജിങ് സാധ്യമാണോ എന്നുള്ള കാര്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ നാവികസേന നടത്തിയ പരിശോധനയിൽ ആ മേഖല, അതായത് മുകൾ ഭാഗത്ത് ഏതാണ്ട് 200 മീറ്റർ മുകൾ ഭാഗത്താണ് ഈ ലോഹഭാഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും തെരച്ചിലുമായിരിക്കും നാളെ നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ മേഖലയിലൊക്കെ ഡ്രഡ്ജിങ് നടത്തണമോ അല്ലെങ്കിൽ ഇവിടെ പരിശോധിക്കണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പുഴ മാറിക്കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുഴ ഇറങ്ങിപ്പോയ ഭാഗമാണ് നമ്മളിപ്പോൾ തെളിഞ്ഞു കാണുന്നത്. നാട്ടിലൊക്കെ നമ്മൾ ഈ ഭാരതപ്പുഴയുടെ ഇടയിൽ മൺതിട്ടകൾ കാണുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ഈ ഗംഗാവാലി പുഴയിൽ നേരത്തെ നിറഞ്ഞു കവിഞ്ഞ് ആ മണ്ണിടിഞ്ഞ് വീണ ഭാഗത്ത് നിന്ന് മണ്ണ് കരയിലേക്ക് പോയി 10ഓളം വീടുകൾ ഒഴുക്കിക്കൊണ്ട് പോയതാണ്. അന്നത്തെ ആ ദുരന്ത സമയത്ത് അതാണ് അവിടെ സംഭവിച്ചത്. അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗമാണിപ്പോൾ അഭിലാഷ് നിൽക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ ഏതാണ്ട് ഒരു 200-250 മീറ്റർ മാത്രം അകലെയാണ്. ഈ ഭാഗത്താണ് ഏതാണ്ട് 100-150 മീറ്ററോളം വിസ്താരത്തിൽ ഈ മണ്ണ് ഇത്രയും ഉയരത്തിൽ ഏതാണ്ട് 10 മീറ്ററോളം ഉയരത്തിൽ വീണ് കിടക്കുന്നത്. ഇപ്പോൾ രാവിലെ സമയമാകുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തീർത്ത് വെള്ളം വറ്റി വരണമെന്നൊരു സ്ഥിതിയാണ്. ഈ ഭാഗത്ത് നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഈ അപകടത്തിന്, ഈ ദുരന്തത്തിന് ശേഷം മാത്രമാണ് ഈ മണ്ണ് ഇത്രയും ഭാഗത്തേക്ക് ഒലിച്ചു വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അന്ന് ട്രക്ക് അടക്കമുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ അടിയിൽ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അഭിലാഷ്, ഇപ്പോൾ നമ്മൾ സ്ക്രീനിന്റെ വലതുഭാഗത്തായി അന്ന് അപകടമുണ്ടായ വേളയിൽ, ആ മൺതിട്ട രൂപപ്പെട്ട വേളയിലെ ഗംഗാവാലി പുഴ എങ്ങനെയായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷ് നിൽക്കുന്ന ഇടത്തെല്ലാം വലിയ അടിയൊഴുക്കോടുകൂടി ഈ ജലം ഒഴുകുന്നതാണ് അന്ന് നമ്മൾ കണ്ടത്. 2 ദൃശ്യങ്ങൾക്കും പ്രേക്ഷകർക്ക് കാണാം. വലതുഭാഗത്ത് നമ്മൾ കാണുന്നത് അന്ന് കലങ്ങി മറിഞ്ഞൊഴുകിയിരുന്ന ഗംഗാവാലി പുഴ. ആ പുഴയുടെ വീതി എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ക്ഷേത്രം നിൽക്കുന്ന
നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ അഭിലാഷിന് നിന്ന് കാണാം. ആ ക്ഷേത്രത്തിനും ഇപ്പുറത്തെ കരയ്ക്കും ഇടയിലുള്ള മുഴുവൻ ഭാഗത്തും അടിയൊഴുക്കോടുകൂടി ശക്തമായ ജലപ്രവാഹമായിരുന്നു. നമ്മൾ വലതുഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങളിൽ നടുക്കായിരുന്നു ആ മൺതിട്ട. ഇപ്പോൾ ഈ ഡ്രഡ്ജർ എത്തിക്കുമ്പോൾ മണ്ണ് നീക്കമടക്കമുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജലനിരപ്പ് ഒരുപാട് താഴ്ന്നിട്ടുണ്ടല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും പുഴ മെലിഞ്ഞു. പക്ഷേ ഇത്രയും ഏരിയയിൽ, അതായത് ഏതാണ്ട് 400-500 മീറ്ററോളം മേഖലയിൽ ഏതാണ്ട് 10 മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിരിക്കുന്നത് ഏതാണ്ട് 200 മീറ്റർ താഴെ മുതൽ ഏതാണ്ട് ഒരു 400-500 മീറ്ററോളം നീളത്തിലാണ് ഇത്രയും മണ്ണ് വീണ് കിടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ടെത്തിയിരിക്കുന്ന, അതായത് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നലുള്ള മേഖലയിൽ നിന്ന് ഏതാണ്ട് 100-150 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഏതായാലും ആ ഭാഗത്തും ഇത്തരത്തിൽ മണ്ണടിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പുഴയുടെ ഒരു ഭാഗത്ത്, അതായത് പകുതിയിൽ നിന്ന് മറുഭാഗത്തേക്കുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഏതാണ്ട് ഇത്തരത്തിൽ തന്നെ മണ്ണ് അടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആളുകൾ ഈ ദുരന്തമുഖത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് നടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് അല്പസമയങ്ങൾക്ക് മുൻപ്. കാരണം ആ മേഖലയിൽ ആകെ ഏതാണ്ട് ഇപ്പോൾ 2-3 അടി ഉയരത്തിൽ മാത്രമാണ് വെള്ളമുള്ളത്. ഒരു ഭാഗത്തു കൂടി മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായി ഉള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഈ വെള്ളം, ഗംഗാവാരി പുഴയിലുള്ള വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്ന ഏതാണ്ട് 30-40 മീറ്റർ ദൂരത്തൂടെയുള്ള ആ പുഴയുടെ ഭാഗത്തു കൂടി മാത്രമാണ്. ബാക്കി എല്ലാ മേഖലയിലും ഇപ്പോൾ മണ്ണടിഞ്ഞിരിക്കുന്നു. ഒരു കുന്നാകെ ഇടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വീണ്, ഈ പുഴയിലേക്ക് വീണ് പുഴ പോലും ഈ രീതിയിലാകുന്ന രീതിയിലെ സമതലമായി മാറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പുഴയുടെ ഘടന മാറുന്നു. അന്ന് ആ പുഴയിലേക്ക് പതിച്ച ട്രക്ക് എവിടെ എന്ന ചോദ്യത്തിലൂന്നി നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അർജുന്റെ ട്രക്ക് ആ ലോഹ സാന്നിധ്യം കിട്ടിയ ഭാഗത്തുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. നോക്കൂ, ആ വലിയ മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ ക്ഷേത്രത്തിന്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ലക്ഷ്മൺ നായിക്കിന്റെ കടയും തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന മരങ്ങളും എല്ലാം കടപുഴകി വീണ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് പുഴ മെലിഞ്ഞ് പുഴയുടെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ്, അതൊരു അടിത്തട്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അതൊരു വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്ന തരത്തിൽ ദൃശ്യമാവുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം പകുതി ഭാഗം മാത്രമാണ് അവിടെ ഇപ്പോൾ വെള്ളമുള്ളത്. ഇറങ്ങി നടക്കാൻ കഴിയുന്നത്ര വെള്ളം മാത്രമേ അവിടെയുള്ളൂ. നോക്കൂ, ആ ബോട്ടൊക്കെ പിടിച്ച് നടന്നു വരുന്നയാളുടെ മുട്ടറ്റം പോലും വെള്ളമില്ല. വലിയ ആഴവും 6 നോട്ട്സ് വരെ, അല്ലെങ്കിൽ 6 നോട്ട്സിന് മുകളിൽ അടിയൊഴുക്കുമുണ്ടായിരുന്ന പുഴയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് തെരച്ചിലിന് അനുകൂലമായ ഒരു ഘടകമാണ്. ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയും, ട്രക്കിലേക്ക് എത്താൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും ഒപ്പം റിപ്പോർട്ടുകളും പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിൽ കാണാം.